സുധിച്ചേട്ടന്റെ മരണം ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. ചേട്ടൻ എപ്പോഴാണ് അത് അറിഞ്ഞത്? എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. നമ്മുടെ ജീവിതത്തിൽ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനുഷ്യനല്ലേ ആയിപ്പോവും. ഒന്നും മറക്കാൻ പാടില്ല. നല്ലൊരു കലാകാരനും ഒരു കൂടപ്പുറപ്പ് പോലെ കണ്ട ഒരാളൊക്കെ നമ്മളെ ഇടയിൽ നിന്ന് പോകുന്നത് ഉള്ളിൽ വിഷമം തന്നെയാണ്. രേണു ചേച്ചി ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഫേസ് ചെയ്യുന്നു. നമ്മളെ ജോലി എന്താണ്? ഇതല്ലാതെ അല്ലെ ഇത് തന്നെയാണ്. അത് ഇതിന്റെ ഒരു സന്തോഷം കൊണ്ട് ചെയ്യുന്നല്ലേ അല്ലേ? അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അവരവർക്ക് സന്തോഷം തരുന്ന രീതികളിൽ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ്? സുധിച്ചേട്ടൻ ഒരുപാട് പച്ചത്തെറി പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് അറിയില്ല. നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആള് പിന്നെ നിങ്ങളുടെ കൂടെ ഇല്ല. ഞാനും അങ്ങനെയായിരുന്നു. ഞാനും പെട്ടെന്ന് പെർഫോം ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ഞാൻ മാറുന്നത്. ജീവിതത്തിൽ വന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒന്നും മറക്കാൻ പാടില്ല. കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയുന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. വിശപ്പിന്റെ ഒക്കെ വിലയും അല്ലെങ്കിൽ വിശപ്പൊക്കെ അറിഞ്ഞിട്ടുള്ളവർക്ക് ഇന്നത് തന്നെ വേണമെന്നില്ല. എന്ത് കിട്ടിയാലും ഇപ്പൊ കിട്ടുന്നെല്ലാം ബോണസാ. എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇല്ലാതെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് അത്തരത്തിലൊരു സിറ്റുവേഷനിലൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഞാനെന്നല്ല, ഒട്ടുമിക്ക ആൾക്കാരും, സാധാരണപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും കലാകാരന്മാരിലുണ്ട്. അങ്ങനെ വന്നവർ തന്നെയാണ്. ആ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. മറക്കാൻ പാടില്ല. ഹായ്, ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ. ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട തങ്കച്ചൻ വിതുര. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. അപ്പൊ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടൻ ഒരു സകലകലാവല്ലഭനാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാൻസ്, അഭിനയം, പാട്ട്, എല്ലാ മേഖലയിലും ചേട്ടന്റേതായിട്ടുള്ള ഒരു മുഖമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അത് വേണോ? സകലകലാവല്ലഭനൊക്കെ വേണോ? എന്താണ്? അല്ല, ഞാൻ ഡാൻസ് കളിക്കൂലേ? കളിക്കുമെങ്കിലും പാട്ട് പാടൂലേ? അതൊക്കെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി. കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ എല്ലാത്തിലും നല്ല ആക്റ്റീവ് ആയിരുന്നോ? പിന്നെ അവിടെ തൊട്ടാണ് തുടക്കം. ഡാൻസ്, പാട്ട്, അങ്ങനെ കുട്ടിക്കാലം തൊട്ടേ നമ്മുടെ ഇത് ഈ അവസരങ്ങൾ ചോദിച്ചു പോയിട്ടുള്ള അതിന് കൂടുതലും നാട്ടിൽ നിന്ന് തന്നെ, നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട്. ഇവിടെ നമുക്ക് വേണ്ടത് നാട്ടിലെ സപ്പോർട്ടാണ്. നാട്ടിലെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം നാട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ്. പാട്ടായിരുന്നാലും ഡാൻസ് ആയിരുന്നാലും. പിന്നെ മിമിക്സ് ഒക്കെ അതിന് ശേഷമാണ് വരുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കോയും പാട്ടും അങ്ങനെയൊക്കെയാണ്. അത് പിന്നെ ഓരോ സ്റ്റേജുകളിൽ ചെന്ന് അവസരം ചോദിച്ച് അതിൻ്റെ അനുമതി തന്ന് ചെറിയ ചില്ലറ പൈസകളൊക്കെ അന്നത്തെ ചെറിയ എമൗണ്ടുകളൊക്കെ കിട്ടി. അതിൻ്റെ ഒരു ചെറിയ രുചിയും ഒക്കെ പിടിച്ചു വന്ന സമയത്ത് ഇത് കൊള്ളാമല്ല, ഈ പരിപാടി ഇതങ്ങനെ തുടർന്ന് പോയാൽ കൊള്ളാമല്ലോ, അങ്ങനെ പറഞ്ഞ് അങ്ങനെ അതിൽ നിന്നാണ് ഇങ്ങനെ പ്രൊഫഷണലിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പം മിമിക്സിലേക്ക് എങ്ങനെയാണ്? മിമിക്സിൽ നാട്ടിലൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, വലിയ പ്രൊഫഷണലൊന്നും അല്ലാതെ. അപ്പോൾ അതിൽ ആ ചുറ്റുവട്ടത്ത്, നമ്മുടെ നാട്ടിലെ ചുറ്റുവട്ടത്ത് മാത്രം പ്രോഗ്രാം ചെയ്യുകയും പിന്നെ തിരുവനന്തപുരത്തേക്ക് വരുന്ന പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രൊഫഷണൽ സമിതിയിലേക്ക് വരുന്നത്. അതിനുശേഷം ട്രിവാൻഡ്രത്തെ ഡിസ്കവറി എന്ന് പറഞ്ഞൊരു ട്രൂപ്പുണ്ട്. ആ ട്രൂപ്പാണ് പ്രൊഫഷണലായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ ഹോട്ടൽ ജീവിതവും പിന്നെ അല്ലാതെ മിമിക്സും ഇങ്ങനെ കൊണ്ടുപോയി അവസാനം അതിൽ നിന്ന് കുറച്ചുകൂടെ വരുമാനവും കുറച്ചുകൂടെ സന്തോഷങ്ങളും ഒക്കെ ഇങ്ങോട്ട് കിട്ടിയപ്പം ഹോട്ടൽ മേഖല ഒരല്പം ഒന്ന് ബാക്ക് ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നവരെ പിന്നെ ഞാൻ തിരിച്ചു പോയിട്ടില്ല ഇതുവരെ, ഇവിടം വരെ. ഇനി എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടോ? അല്ല, എപ്പോഴെങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ പഴയ വഴിക്കൂടെ ഒന്ന് സഞ്ചരിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഹോട്ടൽ മേഖല. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ. അന്ന് നിന്നതിന് നമുക്കൊരു വലിയ ഡെവലപ്പ് ആകുന്നതിന് മുമ്പ്, നല്ലൊരു കുക്കൊക്കെ ആകുന്നതിന് മുമ്പ് ആ കഷ്ടപ്പാടിൽ നിന്ന് പറിച്ചെടുത്ത് വന്നതാണ് ഞാൻ ഈ മേഖലയിൽ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നേന്നിങ്ങനെ തുടങ്ങി കൊണ്ടുവരണം. കാരണം ഞാൻ ഒരു വലിയൊരു ഷെഫോ ഒക്കെ വലിയൊരു കുക്കൊക്കെ ആയതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് അങ്ങോട്ട് പോകുന്നതിൽ അർത്ഥമുണ്ട്. ഞാൻ ഒന്നും ആകുന്നതിന് മുമ്പ് ഇറങ്ങിയതുകൊണ്ട് തിരിച്ചങ്ങോട്ട് പോയാൽ പിന്നെ എനിക്ക് അത് തന്നെ തുടർന്ന് കൊണ്ടുപോകേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ താല്പര്യമില്ല. പക്ഷെ എന്നാലും എല്ലാ ഹോട്ടൽ ജോലി ചെയ്യുന്നവരെയും ഹോട്ടലുകളും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരെയൊക്കെ വലിയ ഇഷ്ടമാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ചോറും കറിയും. ചോറിന്റെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ? മീൻകറിയല്ലേ നമ്മൾ പണ്ടുപോലെ ശീലിച്ചിട്ടുള്ളത്. പക്ഷെ ആ മീൻകറി വെക്കേണ്ട രീതിയിൽ മുളകിട്ട മീൻകറിയാണോ അതോ തേങ്ങ അരച്ച് വെച്ച? അരച്ച് നല്ല വടുവ അരയ്ക്കുമെന്ന് പറയുന്നത്. അരച്ച് നല്ല വടുവ അരച്ച് ഈ ഉലുവയും
മല്ലിയും മുളകും എല്ലാം കൂടെ ചേർത്ത് എണ്ണയിലിട്ട് വറുത്ത് ഇങ്ങനെ ഇട്ടിട്ട് അതിനെ അരയ്ക്കും ഈ വടുവ അരയ്ക്കും എന്ന് പറഞ്ഞു നല്ല ബ്രൗൺ കളറിൽ അരച്ചതിന് ശേഷം നല്ല മീൻ ചൂര ആയിക്കോട്ടെ ഈ ചൂരയെ നമ്മുടെ മേളത്തെ കരിന്തൊലിയും കളയും. കരിന്തൊലി കളയുന്ന എനിക്ക് പിടിക്കില്ല. കരിന്തൊലി കളഞ്ഞ അടിയിലെ സിൽവറും കളഞ്ഞിട്ട് മാംസം മാത്രം എടുക്കും. എന്നിട്ട് അതിനെ മുരിങ്ങക്കായും നമ്മുടെ ഉണ്ടമുളകും അതെല്ലാം ഇട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി. ആദ്യം ഇതിനെ എണ്ണയൊക്കെ ഒഴിച്ച് ചെറിയ ഈ ചെറുള്ളിയൊക്കെ ഇട്ട് വാട്ടിയെടുത്തിട്ട് ഇഞ്ചി മുളകൊക്കെ ഇട്ട് ഈ ഉലുവ കൂടുതൽ വേണം, എന്നാലേ ഇതിൻ്റെ ഒരു മണം അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് നല്ല വറുത്തരച്ച് നല്ല തിളപ്പിച്ച് ലാസ്റ്റിലൊരു കടുവും കൂടെ തരച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ നല്ല വെള്ളരി ചോറിൻ്റെ കൂടെ പറഞ്ഞപ്പോ തന്നെ വിശക്കുന്നു. അതിനോട് ഒരു ചെറിയൊരു പുളിശ്ശേരിയും കൂടെ കൊണ്ടെങ്കിൽ ഭംഗിയായിരിക്കും. പിന്നെ വേറെ ഒന്നല്ല, ഞാൻ ഈ ഹോട്ടലിലൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ലൊരു ചമ്മന്തി ആയിരുന്നാലും മതി. ഈ പറയുന്ന ഒരു കറിയും ഈ നല്ലൊരു ചമ്മന്തിയുടെ മേളിൽ വരില്ല. ഈ എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അവിടെ നിന്നൊക്കെ എടുക്കുന്ന സമയത്താണ് കറികൾക്ക് ടേസ്റ്റ് ഇല്ലാതാവുന്നത്. ഒരു ഇലയിൽ തന്നെ 16-17 കറിയൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് അതിനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ഈ ഒരെണ്ണേ ഉള്ളൂ, ഒരു മുണ്ട് ഷർട്ടേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിനെ തേച്ച് അതിനെ ഉണക്കി തേച്ച് നല്ല ഭംഗിയായിട്ടിട്ടുണ്ട് കിടക്കണുണ്ട്. അത് വേറെ ഇല്ലാത്തതുണ്ട്. അതുപോലെ ചമ്മന്തി മാത്രം ഉള്ളെന്നുണ്ടെങ്കിൽ ആ ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് അമ്മയൊക്കെ ഉണ്ടാക്കുന്നതല്ല ചമ്മന്തിയൊക്കെ. അത് ഇതിൽ തന്നെ വറുത്തരച്ച് ഒക്കെ നല്ല ചമ്മന്തിയുണ്ട്. അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അടിപൊളി. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ വിശപ്പിന് എന്ത് കിട്ടിയിരുന്നാലും കഴിക്കും, എന്ത് കിട്ടിയാലും കഴിക്കും. പക്ഷെ എന്നാലും നമ്മൾ ശീലിച്ചു വന്ന ഇതൊക്കെ ആയതുകൊണ്ട് ഇതിനോടൊരല്പം കൂടുതൽ ഊണ് കഴിക്കാൻ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഒരല്പം ചമ്മന്തി ഞാൻ കൂടുതൽ കഴിക്കും. ഇഷ്ടമല്ലാത്ത ഫുഡ് എന്താ അപ്പോ? അങ്ങനെ ഇഷ്ടമല്ലാത്ത ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട. എന്നാലും പൊതുവെ താല്പര്യം മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന എണ്ണയുള്ള ആഹാരമൊക്കെ എണ്ണയുള്ള ആഹാരമൊക്കെ ഭയങ്കര ഞാൻ അങ്ങനെ കഴിക്കാൻ നിൽക്കാറില്ല. പിന്നെ വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും പുലി എന്താ പറയൂല, പുലി ഗതി കെട്ടാ പുലി പുല്ലും തിന്നും. ഇന്ന സാധനം കിട്ടിയിരുന്നെങ്കിൽ കഴിക്കായിരുന്നു അല്ല വിശക്കുമ്പോ. അങ്ങനെ ആരും പറയില്ല. നല്ല വിശപ്പുണ്ട്, നല്ലൊരു ബിരിയാണി കിട്ടിയത് കഴിക്കാറുന്നല്ല, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. വിശപ്പിന്റെ ഒക്കെ ഈ വിലയും അല്ലെങ്കിൽ വിശപ്പൊക്കെ അറിഞ്ഞിട്ടുള്ളവർക്ക് ഇന്നത് തന്നെ വേണമെന്നില്ല. എന്ത് കിട്ടിയിരുന്നാലും കഴിക്കും. ഇപ്പൊ കിട്ടുന്നെല്ലാം ബോണസാ. കാരണം പണ്ടൊന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇല്ലാതെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയല്ല, എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോകുമ്പോ ടൈം വൈകി കഴിക്കും എന്നല്ലാണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. വിശപ്പ് അനുഭവിച്ചിട്ടില്ല. നോമ്പ് പിടിക്കുമ്പം ഫുഡ് കഴിക്കുമ്പം ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ ഉള്ള വിശപ്പ് എന്നല്ലാണ്ട്. കഴിക്കാണ്ടിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ല, നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കില്ലല്ലോ. കഴിക്കാനില്ലാത്ത സാഹചര്യങ്ങളും ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ വിശപ്പ് പിന്നെ നമുക്ക് അതറിയാൻ പറ്റുള്ളൂ. അല്ലാതെ വിശപ്പിൻ്റെ അറിയാൻ പറ്റില്ല. ഇന്ന് കിറ്റ്കാറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ അത് കഴിച്ച് കിടക്കുന്ന പിള്ളേർക്ക്, വിശപ്പറിഞ്ഞുകൂടാത്ത പിള്ളേർക്ക് ഈ വിശപ്പിൻ്റെ ഇത് അറിയാൻ പറ്റില്ല. വിശപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് വരണം. നമ്മളില്ലാതെ വിശന്ന് കിടന്ന ആ സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറയോ? തീർച്ചയായിട്ടും. പിന്നെ അല്ല, സിറ്റുവേഷൻ പറയുന്നത് അത്തരത്തിലൊരു സിറ്റുവേഷനിലൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഞാനെന്നല്ല, ഒട്ടുമിക്ക ആൾക്കാരും, സാധാരണപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും കലാകാരന്മാരിലുണ്ട്, അങ്ങനെ വന്നവർ തന്നെയാണ്. അപ്പൊ വിശപ്പറിഞ്ഞു കഴിഞ്ഞാൽ കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയുന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി, ശ്യാമളമാം ഭൂമിയാകെ പാഴ്വരുവായി മാറിപ്പോയി, പാവമപ്പോൾ പസിയാലെ പാട്ടു നിർത്തി. ഈ പാവമപ്പോൾ പസിയാലെ പാട്ട് നിർത്തിയെന്ന് ഇപ്പോഴത്തെ തലമുറയിൽ ഒരു കൊച്ചു പാടി കഴിഞ്ഞാൽ നമുക്കത് കേൾക്കില്ല. പക്ഷേ ദാസേട്ടനൊക്കെ ആ വിശപ്പ് ഒക്കെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ആ സാഹചര്യങ്ങളൊക്കെ ഇന്റർവ്യൂലൊക്കെ കൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്, ആ വിശപ്പെന്ന് പാടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലടിക്കും. കാരണം ആ വിശപ്പ് അനുഭവിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് വിശപ്പിനെ കുറിച്ച് പറയുമ്പോഴും അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കത്
എന്താ പറയാ കറ തീർന്ന് യാഥാർത്ഥ്യമായിട്ട് നിൽക്കും. അഭിനയിക്കാനും പാടാനും പറ്റും. ആ അപ്പൊ ഞാനത് കറക്റ്റായിട്ട് വരിയും കറക്റ്റായിട്ടല്ല പാടിയത്, അങ്ങനല്ല പാടിക്കുന്നത്. അതെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ചേട്ടൻ ഇപ്പം റീസെന്റ് ചേട്ടന്റെ ഒരു മ്യൂസിക് ആൽബം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നിനക്കെന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്കു നിന്നെ ഇന്നലെ വേണ്ട. അല്ലെ, ആ പേര് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. എന്താ ചേട്ടാ അങ്ങനത്തെ ഒരു പേരിടാൻ കാരണം? ആ പാട്ട് ഓൾറെഡി അവര് ചെയ്തൊരു പാട്ടായിരുന്നു അത്. അതിനുശേഷമാണ് ആ പാട്ടിന് കുറച്ച് അവര് എന്നെ കൂടെ പാടിച്ച് കുറച്ച് അതിനകത്ത് വർക്കൊക്കെ നടത്തി. ഈ പോഡിയം എന്നൊക്കെ ഇടുന്നത് മണികണ്ഠനും എമിലും ഒക്കെ ചേർന്നിട്ടാണ്. എൻ്റെ മ്യൂസിക് ഡയറക്ടർ എമിൽ മുഹമ്മദും ഇതിൻ്റെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മണികണ്ഠനും ചേർന്നിട്ടാണ്. അവർ ചേർന്നിട്ടാണ് ഈ പൊടി എന്നുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമൺ വാക്കല്ലേ. എന്നാലും ഭയങ്കര ഒരു കുറച്ചൊരു കോമഡി നിറഞ്ഞൊരു പേര്. നിനക്ക് എന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ നിന്നെ വേണ്ടെന്ന് പറയുന്നത്. എന്റെ വീട് മൂവാറ്റുപുഴയൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ ട്രിവാൻഡ്രം ഭാഗങ്ങളിൽ പറയാറുണ്ട്, പോവാൻ പറയടേ, അവന് ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ട്. പാട്ടിന് അങ്ങനെ ഒരു പേരിടാൻ കാരണം എന്താ? അല്ല, ആ വാക്ക്, ആ കോമൺ ആയിട്ടുള്ള ആ വാക്ക് എടുത്തിട്ട് തന്നെ അതിനെ ഒരു പാട്ടാക്കിയ ഭംഗിയായിരിക്കും. റീല് വരുന്നതിൽ ലേഡീസും പാടുന്നുണ്ട്, പൊടി എന്നുള്ള ലേഡീസും പാടുന്നുണ്ട്. അല്ലാതെ ആണുങ്ങളെ ഭാഗത്തു നിന്നാണല്ലോ ഈ പൊടി എന്നുള്ള സംഭവം. ഇന്നലെ ഞാൻ പ്രോഗ്രാമിന് പോയ സ്ഥലത്തും ഇതുപോലെ ഇത് പറയുന്ന സമയത്ത് ആൾക്കാർ പുതിയ ആൽബത്തിനെ കുറിച്ച് പറയുമ്പോൾ കൈയടിക്കുന്നുണ്ട്, അത് പാടാൻ പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒരു പോട വരുന്നുണ്ട്. ആണോ? അപ്പൊ സമാധാനായില്ലേ? സമാധാനായില്ലേ? ഓക്കെ. അപ്പം തങ്കച്ചൻ ചേട്ടനാണെങ്കിൽ ഫ്ലൈറ്റ് കയറാൻ പേടിയാന്ന് ഒരുപാട് കിംവദന്തികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും സത്യമാണോ? ഇല്ല. ഉണ്ട്. ചേട്ടന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരാള് പറഞ്ഞാൻ കേട്ടതാ. പേടിയായോണ്ട് ചേട്ടൻ പാസ്പോർട്ട് മാക്സിമം ലാഗ് അടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇല്ല, അല്ല, പിന്നെ ഫ്ലൈറ്റ് കയറാൻ എങ്ങനെ പേടിയില്ല. പേടി ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ആദ്യകാലങ്ങളിലൊക്കെ? എപ്പോഴെങ്കിലും ഈ ലിഫ്റ്റ് കയറാനൊക്കെ പേടി. ലിഫ്റ്റിലോ? ലിഫ്റ്റിൽ കയറാൻ ഒക്കെ പേടിയുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി പോകുമോ അങ്ങനെയുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. പക്ഷെ ഫ്ലൈറ്റ് കയറാൻ അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല. ചേട്ടന്റെ കൂടെയുള്ള ആള് പറഞ്ഞിട്ടുണ്ട്, കൂടെയുള്ളവന്മാർ പറയുന്നത് വിശ്വസിക്കരുത്. എന്നെ പറ്റി ഞാൻ, അതായത് ഒരു ഇന്റർവ്യൂല് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ, ഞാൻ അത് ചാനലിലും പറഞ്ഞേക്കുന്നത്, ഈ ഫേസ്ബുക്ക് എടുക്കാൻ വേണ്ടി ഞാൻ 2000 രൂപ കൊടുത്തു. അങ്ങനെ ഇല്ലെന്നേ, ഒരു വെറുതെ പറഞ്ഞുണ്ടാക്കുന്നത്. ഫേസ്ബുക്ക് എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ഫേസ്ബുക്കിന് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 2000 രൂപ കൊടുക്കണം. എന്നിട്ട് ഇവർ എൻ്റെ അടുത്ത് കാശ് കടം ചോദിച്ചതാ. ഞാൻ ഈ കാശ് കടം കൊടുത്തു. എന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നറിയുമോ, ഞാൻ ഫേസ്ബുക്ക് തുടങ്ങാൻ വേണ്ടി 2000 രൂപ കൊടുത്തതാക്കിയിട്ട് ഇനി പറയാൻ വേറെ ഒരു സ്ഥലമില്ല, എല്ലാ സ്ഥലത്തും. എന്നിട്ട് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ, ബൈക്കിൽ പോകുമ്പോൾ വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞപ്പോൾ ഹെൽമെറ്റ് തിരിഞ്ഞു. അത് കണ്ടിട്ടില്ലേ? അതിന് ഇനി പറയാനില്ല, എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. എന്റെ പേരിൽ മാറ്റാനും പോയില്ല. കൂട്ടുകാരല്ലേ, അവര് തമാശക്കൊക്കെ പറയുന്നല്ലേ. അപ്പൊ എന്റെ പേരിൽ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ, അത് നമ്മൾ ഇല്ലാതാക്കുന്നില്ല. പിന്നെ മമ്മൂക്കാന്റെ കാറിന്റെ പിന്നാലെ ഓടിയൊരു കഥയില്ലായിരുന്നോ? അത് പൊന്മുടിയില് പട്ടണത്തിൽ ഭൂതത്തിന്റെ സിനിമയുടെ ഷൂട്ടിന് ഒരു സീൻ കണ്ട ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഞാനിപ്പോൾ ഓർക്കുന്നു, മരിച്ചു ഇപ്പം. എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. ഞങ്ങൾ എൻ്റെ ഒരു ബോക്സർ കുടുകുടു കൊണ്ട് അടുത്ത ആഴ്ച എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ ഒരു തീരുമാനം ഓണാവും. അങ്ങനെ ഒരു ബോക്സർ ഉണ്ടായിരുന്നു. അത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കാണാൻ പോവുകയാണ്. ഞങ്ങൾ കാണാൻ പോയിട്ട് മേളിൽ നിന്ന് വണ്ടി വരുന്ന സമയത്ത് അറിയാമല്ലോ, ഞങ്ങൾ ആ വണ്ടി അവിടെ നിർത്തിയിട്ട് ഈ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ 3-4 വളവ് കഴിഞ്ഞ് പോയാലും നമുക്ക് ക്രോസ് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങാം. ഞങ്ങൾ പുറകെ ഓടിയിട്ട് കിട്ടിയില്ല. എന്നിട്ട് വണ്ടിയുടെ കുറുക്കെ നിന്നിട്ട് ചെറിയ പൊടി മഴയും കണ്ടുണ്ടെന്ന് ക്ലാസ് കാത്തും എന്ന് ചോദിച്ച്, ഈ പെട്ടെന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. എന്ന് ചോദിച്ചു, ഒന്നും മിണ്ടാൻ പറ്റില്ല. അങ്ങനെ എന്നിട്ട് ക്ലാസ് ലോക്ക് ആയിട്ട് പോയി. പിൽക്കാലത്ത് പിന്നെ ഇക്ക വിളിക്കുകയും പടത്തിലൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴും ഉണ്ടോ സൗഹൃദം? പിന്നെ ഉണ്ട്. എപ്പോഴും ആവശ്യങ്ങൾക്ക് മാത്രം മെസ്സേജൊക്കെ അയക്കും. അങ്ങനെ ഉണ്ട്. നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ട്, ഇക്കടെ മനസ്സിലും ഉണ്ട്. ആൽബം അയച്ചു കൊടുത്തിരുന്നോ? ആൽബം കണ്ടിരുന്നോ? ഇല്ല, അങ്ങനെ അത് വർക്കിലൊന്നും അയച്ചു കൊടുക്കില്ല. എന്നാലും ഒരു വർക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പ്രോഗ്രാം കാണും. എല്ലാവരും പ്രോഗ്രാംസ് എല്ലാ ആർട്ടിസ്റ്റുകളെ അറിയാം. അപ്പൊ ഇത് കാണും.
പിന്നെ കാണും. ചേട്ടനാണെങ്കിൽ ഇപ്പം സ്വന്തമായിട്ട് പാട്ടുകളൊക്കെ എഴുതുന്ന ആളാണ്. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇപ്പൊ നമ്മൾ ഈ പാട്ട് എഴുതുമ്പോഴും അതിന്റെ ലിറിക്സ് ആയിക്കോട്ടെ ഒരുപാട് കോൺഷ്യസ് ആവേണ്ട കാര്യമുണ്ട്. ഇപ്പം വേടനാണെങ്കിൽ ജയിലിൽ പോയിട്ടുണ്ട് പാട്ടിന്റെ ലിറിക്സിന്റെ ഒരു പേര് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ചേട്ടനാണെങ്കിൽ ഒരുപാട് കോൺഷ്യസ് ആയിട്ടുണ്ടോ ലിറിക്സ് എഴുതുമ്പോഴും അതിനകത്ത് ഓരോ രാഷ്ട്രീയം, മതം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ? എന്റെ ഇതില്ല, എന്റെ ആട്ടുകുട്ടി പട്ടുകുട്ടിക്കൊക്കെ എന്താണ്, എന്റെ കുഞ്ഞ് ആട്ടുകുട്ടി പട്ടിക്കുട്ടി കോഴിക്കുഞ്ഞ് താറാവിന് എന്തിനാ എൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കുണ്ട് പണ്ട് വീട് രാജപ്പൻ സാർ എഴുതിയതുപോലെ പട്ടിയുടെ കൊരയും കോഴിയുടെ വിളിയും താറാവിന്റെ കരച്ചിലും ഇതൊക്കെ വെച്ചിട്ടില്ലേ അദ്ദേഹം എന്തോരം പിന്നെ ഫാൻസിന്റെ വലിയൊരു ഇന്നത്തെ ഫാൻസ് ഫോളോവേഴ്സ്. അങ്ങനെയല്ല, പണ്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാംസ് കാണാൻ ചെന്ന് നിന്ന സമയത്ത് ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ തോളിലിരുന്ന കണ്ട എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത്രയും ജനങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വെച്ചുള്ള കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാനതാണ് വലിയ സംഭവങ്ങളിലേക്ക് പോകാതെ അതൊന്നും എനിക്ക് ശരിക്കും പറയാം അതൊന്നും എനിക്കറിയില്ല. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ താറാവും കോഴിയും ആടും ആട്ടുകുട്ടിയും പട്ടിക്കുട്ടിയും പാമ്പും ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. ഇന്നലെ പോയ സ്ഥലത്തും ഞാൻ ഏതോ വലിയൊരു പാട്ടിൻ്റെ ഒരു രണ്ടുപേരും മൂളിയപ്പോഴും തന്നെ അവർ പറഞ്ഞു, ചേട്ടാ അത് വേണ്ട, നമുക്ക് ആട്ടുകുട്ടി പാടിയാൽ മതി. അപ്പം ഞാൻ പിന്നെ ഇതായി സ്ഥിരം. ഞാനിവിടുന്ന് എല്ലാം തൊണ്ടയൊക്കെ ശരിയാക്കിയിട്ടൊക്കെ പോകുന്ന വലിയ പാട്ടുകൾ പാടാൻ വേണ്ടിയാണ് പോകുന്നത്. പാടിയാലും ശരിയാവില്ല എങ്കിലും, പക്ഷെ എന്നെ കൊണ്ട് പാടിക്കുന്നതൊക്കെ ഇത് തന്നെ, ആട്ടുകുട്ടിയൊക്കെ കുറെ പാടിയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ആകുന്ന സമയത്ത് 2,16,000 പ്രാവശ്യം. അല്ല അത്രയും എല്ലാവരും ഇഷ്ടം കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇതിൽ വലിയ വരിയും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ പ്രാസം വെച്ചൊക്കെ പിള്ളേർക്ക് വേണ്ടി പാടാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ. മാട്ടുപ്പെട്ടി ജോസുകുട്ടിയുടെ മൂത്ത കുട്ടി സൂസിക്കുട്ടി, സൂസിക്കുട്ടിയുടെ ഇളയ കുട്ടി തൂത്തുക്കുടി മോളിക്കുട്ടി, മോളിക്കുട്ടിക്ക് കൂട്ടിനുണ്ടൊരു പാത്തുമേരെ ആട്ടുകുട്ടി, ഈ ആട്ടുകുട്ടിയെ കണ്ണ് വെക്കുന്ന നാട്ടിലുള്ള ഒരു ബീരാൻകുട്ടി, ആട്ടുകുട്ടിയെ കണ്ണ് വെക്കുന്ന നാട്ടിലുള്ള ഒരു ബീരാൻകുട്ടി, മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേര സോപ്പ് പെട്ടി. അടിപൊളി അടിപൊളി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേര സോപ്പ് പെട്ടി, മെഹർകുട്ടിയുടെ ആട്ടുകുട്ടി മണിയന്റെ മേര സോപ്പ് പെട്ടി. അതുകൊണ്ടാ ആടുണ്ടോ അവിടെ? ഇല്ല, ആടില്ല. ആട്ടുകുട്ടി അടിപൊളിയാണ്. ആടൊക്കെ വളർത്തുന്നത് ഞങ്ങളെ വീട്ടിൽ ആടൊക്കെ ഉണ്ടായിരുന്നു. ആടും താറാവും കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ചേട്ടൻ ഒരുപാട് റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു തങ്കച്ചൻ ചേട്ടനെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് സ്റ്റാർ മാജിക് വഴിയാണ്. അപ്പം സ്റ്റാർ മാജിക് ചേട്ടന്റെ ലൈഫിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഇവിടെ ഇരിക്കുന്നവരെ അല്ലേ, നമുക്ക് നമ്മുടെ ഒരു തുടക്കകാലങ്ങളും നമ്മുടെ ഒരു മുന്നോട്ടുള്ള വഴി, പാത, നടവഴി, വാതിലൊക്കെ അത് തന്നെയായിരുന്നു. ഇവിടെ നിൽക്കുന്നത് വരെ അത് തന്നെയാണ്. ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് എങ്ങനെയായിരുന്നു? സ്റ്റാർ മാജിക്കിൽ വരുന്നതിനും അതിനുശേഷമുള്ള പഴയതുപോലെ തന്നെ. അതല്ലേ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഷോ ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഷോ വരുന്ന സമയത്ത് അതിനകത്ത് പോവും, സഹകരിക്കും. ഏത് ഷോ ആയിരുന്നാലും നമ്മുടെ ജോലി അതല്ലേ. പുതിയ ഷോ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു പണിപ്പുരയിലാണ്. ആണോ? ലൈക്ക് ഇതുപോലെ തന്നെയാണോ? സ്റ്റാർ മാജിക് പോലത്തെ ഒരു ഗെയിം ഷോ പോലത്തെ ആണോ? അല്ല അല്ല അല്ല. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണ് സുധിച്ചേട്ടൻ. സുധിച്ചേട്ടന്റെ മരണം ഭയങ്കര ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. ചേട്ടൻ എപ്പോഴാണ് അത് അറിഞ്ഞത്? എങ്ങനെയാണ് അറിഞ്ഞത്? ആ ഒരു സിറ്റുവേഷൻ അറിഞ്ഞപ്പോൾ ഉള്ള ഒരു അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? സുധിച്ചേട്ടന് എനിക്കൊരു 10-30 വർഷത്തെ ബന്ധമാണ്. ഇന്നും ഇന്നലെയുള്ള ബന്ധമല്ല. ഞങ്ങളൊരു 95 ആ കാലഘട്ടങ്ങളിലെ അറിയുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരങ്ങളെ പോലെ കാണുന്ന, പരസ്പരം കാണുന്ന, ആർട്ടിസ്റ്റിലുപരി കാണുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. പ്രായം കൊണ്ട് ഒരു വയസ്സോ അങ്ങനെ, അദ്ദേഹം മൂപ്പോ ഞാൻ മൂപ്പോ, അങ്ങനെ ഒരു വയസ്സിൻ്റെയൊക്കെ അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. ഞങ്ങളൊരു 10-30 വർഷത്തെ ബന്ധങ്ങളുണ്ട് പല ട്രൂപ്പുകളുമായിട്ട്. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയൊക്കെ വരുന്ന കാപ്പി കുടിക്കാനും അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും എല്ലാവരും പരസ്പരം. എന്നാലും ഒരു ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു ദിവസം വന്ന് ഇപ്പോഴുള്ള പ്രോഗ്രാം കൂടെ, അന്ന് എല്ലാ ട്രൂപ്പിനും നിറയെ പ്രോഗ്രാം ഉള്ള സമയത്ത് എല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് കാണുകയും ഒരു സമിതിയിൽ സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. നല്ലൊരു കലാകാരനും ഒരു കൂടപ്പുറപ്പ് പോലെ കണ്ട ഒരാളൊക്കെ നമ്മളുടെ ഇടയിൽ നിന്ന് പോകുന്നത് ഉള്ളിൽ വിഷമം തന്നെയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡുകളും ഒക്കെ പഴയ എപ്പിസോഡുകൾ കാണുന്ന സമയത്ത് വിഷമം. പിന്നെ
ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആകാനും ഒക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ. വിഷമമുണ്ട്. എപ്പോഴാണ് അറിഞ്ഞത് ചേട്ടൻ പോയി എന്നുള്ള ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? അത് വെളുപ്പിന് എന്നെ വെളുപ്പിനെയാണ് ആരാ വിളിച്ചത്? അഖില വിളിച്ച് പറയുന്നത്. നല്ല ആർട്ടിസ്റ്റ് അല്ലേ, ഉഗ്ര ആർട്ടിസ്റ്റ് അല്ലേ, ഒരുപാട് സ്വപ്നങ്ങളുള്ള അയ്യോ ഉഗ്ര ആർട്ടിസ്റ്റ്, നല്ല ആർട്ടിസ്റ്റ് അല്ലേ. സീനിയറിറ്റി വെച്ച് ഞങ്ങളൊക്കെ ഒരു സമയത്തൊക്കെ ആയിരിക്കാം വന്നിരിക്കുന്നത് സീനിയറിറ്റി വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നു വിതിരയിലെ ആ കാലഘട്ടങ്ങളിൽ, ഉത്സവപ്പറമ്പിൻ്റെയൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഒക്കെയാണ് എൻ്റെ ഒരു തുടക്കം. സുച്ചിൻ്റെ ഒക്കെ തുടക്കം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഏകദേശം ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഈ മേഖലയിൽ വന്നത്. ആ കുടുംബത്തിൻ്റെ കാര്യം ഇപ്പം ഭയങ്കര കഷ്ടത്തിലാണ്. രേണു ചേച്ചി ഇപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ്ങിനൊക്കെ ലൂടെ കടന്നു പോകുന്നു, നെഗറ്റീവ് കമൻസ് ഫേസ് ചെയ്യുന്നു. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ചേട്ടന് എന്താ തോന്നുന്നത്? എനിക്ക് നമ്മളൊന്നും അറിയാനില്ല. നമ്മളതൊരു ആരും 200-250 വയസ്സ് വരെ ഒന്നും ജീവിച്ചിരിക്കാൻ പോലില്ല. അവരവർക്ക് കുറച്ച് ജീവിതങ്ങളൊക്കെ ഉള്ളൂ. അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അവരവർക്ക് സന്തോഷം തരുന്ന രീതികളിൽ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ലേ? അതെ. അത് നമ്മളെ ജോലി എന്താണ്? ഇതല്ലാതെ ഇത് തന്നെയാണ്. അത് ഇതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ചെയ്യുന്നല്ലേ, അല്ലേ? ഒരു വരുമാന മാർഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു പാഷനായിരിക്കും, ഉപജീവന മാർഗമായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതികളിൽ ജീവിക്കട്ടെ. ഒരുപാട് ഒന്നുമില്ല, കുറച്ച് ജീവിതങ്ങളൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കട്ടെ, അതിനെന്താ. ഓക്കെ. അപ്പം സുധിച്ചേട്ടൻ പോയ ഒരു ടൈമിൽ ഒരുപാട് ആളുകൾ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോ കണ്ടത്, ഇനി ഞങ്ങൾ ഷോ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ആളുകൾ തന്നെ സുധിച്ചേട്ടൻ ഒരുപാട് പച്ചത്തെറി പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് അറിയില്ല അതിനെപ്പറ്റി. അതൊന്നും ഞാനൊന്നും നോക്കാറില്ല. ഓക്കെ ചേട്ടാ, അപ്പോൾ ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. എന്താണ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും. അപ്പം ആ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ചേട്ടനുള്ള ചേട്ടന്റെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ പറയാം. ഓക്കെ. ഫസ്റ്റ്, മുൻവിധികളും തെറ്റിദ്ധാരണകളും. എപ്പോഴെങ്കിലും വേറെ ആളുകൾ ചേട്ടനെ മുൻവിധി അങ്ങനെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ ചേട്ടനെ? അങ്ങനത്തെ ഒരു മുൻവിധികൾ, തെറ്റിദ്ധാരണകൾ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നോട്ട് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പലതിനും നമ്മുടെ ക്യാരക്ടർ ഒരു കാരണമായിട്ടുണ്ട്. അങ്ങനെ ആയിട്ടില്ല. അല്ല, അങ്ങനത്തെ എന്തെങ്കിലും? ഇല്ല. എനിക്ക് അങ്ങനെ നഷ്ടപ്പെടാൻ, അങ്ങനെ ഇന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് അങ്ങനെ ഇല്ല. ഞാനങ്ങനെ ജീവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് നഷ്ടബോധമില്ല. ഏത് പ്രതിസന്ധിയിലും കൈത്താങ്ങാവുന്ന ഒരു ശക്തിയുണ്ട്. ഏത് പ്രതിസന്ധിയിലും കൈത്താങ്ങാവുന്ന ദൈവം. അതർ ദാൻ ദൈവം. ദൈവം അല്ലാതെ വേറൊരു, ലൈക്ക് ഇപ്പൊ ചേട്ടനാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ചേട്ടന്റെ ലൈഫിൽ ഒരു കൈത്താങ്ങായി വന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ല. എനിക്ക് എൻ്റെ ഇതന്നെ പ്രത്യേകിച്ച് അങ്ങനെ ആരും വന്നിട്ടില്ല കൈത്താങ്ങായിട്ട്. അടുത്തത്, ചിലയിടങ്ങളിൽ നിശബ്ദനാവണം. ഞാൻ പൊതുവെ നിശബ്ദനാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഞാൻ പ്രതികരിക്കാറില്ല. ഇതല്ലാതെ തന്നെ ഞാൻ ഈ ഓവറായിട്ട് നമ്മുടെ കാര്യങ്ങളൊന്ന് ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് കുറച്ച് വീഡിയോസ് ഇടുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ ഒരു കാര്യത്തിന് ഞാൻ ഇങ്ങനെ വരാറില്ല. പൊതുവെ ഞാൻ നിശബ്ദനാണ് പൊതുവെ. ഓക്കെ. അടുത്തതായി, നമ്മളല്ലാത്ത പല കാരണങ്ങൾ കൊണ്ട് സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതലുള്ള സൗഹൃദങ്ങളാണ്, ഏറ്റവും കൂടുതലുള്ള നല്ല സൗഹൃദങ്ങൾ. അത് ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനങ്ങളുള്ള എത്ര വർഷം മുമ്പുള്ള സൗഹൃദങ്ങൾ വരെ ഇന്ന് എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്, വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ സൗഹൃദങ്ങളിൽ ഏറ്റവും കൂടുതൽ വിലയും അവർ വിളിക്കുന്ന സമയത്ത് സമയം കണ്ടെത്തി അവരോടൊപ്പം ചെലവഴിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ, അങ്ങനത്തെ നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ, നമ്മളെ ഇടയിൽ നിന്ന് വിട്ടുപോയ സുഹൃത്തുക്കൾ, അത് നഷ്ടം തന്നെയാണ്. നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കൾ.
ഇപ്പം സുധിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പം സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നാൾക്ക് ശേഷം സ്റ്റാർ മാജിക് പിന്നെയും ഷോസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് ആ മരണം വിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ അപ്പം നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആള് പിന്നെ നിങ്ങളുടെ കൂടെ ഇല്ല. നിങ്ങൾ ആ സ്റ്റേജിൽ എങ്ങനെയാണ് അപ്പോൾ പെർഫോം ചെയ്തിട്ടുള്ളതൊക്കെ? അതിനുശേഷം ഞാൻ കുറേ അധികം എപ്പിസോഡ് ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഒരു വർഷത്തോളം ഞാൻ ആക്സിഡൻറ്റ് പറ്റി കിടന്നായിരുന്നു. അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഞാൻ എപ്പിസോഡുകൾ വന്നിട്ട് പോകുന്നത്. കുറേ നാളൊക്കെ ഞാൻ മാറിയിരുന്നു. അപ്പം എനിക്ക് അതിനെപ്പറ്റി വലിയ അറിയില്ല. എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ, കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആൾ കൂടെ ഇല്ല, പിന്നെ ഇനി പെർഫോം ചെയ്യുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അതെ. അല്ല, ഞാനും അങ്ങനെയായിരുന്നു. ഞാനും പെട്ടെന്ന് പെർഫോം ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ഞാൻ മാറുന്നത്. കാലുവേദന മാറി. അത് എങ്ങനെയായിരുന്നു? ചേട്ടനാണോ ഡ്രൈവ് ചെയ്തത്? അതെ, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത്. എവിടെ? അപ്പോൾ ഞാൻ നാട്ടിൽ വെച്ച്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ പിന്നെ അങ്ങനെ മാറിയുന്നതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വലിയ ചില എപ്പിസോഡുകളിലൊക്കെ ഞാൻ വന്നിട്ട് പോകാറുള്ളായിരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ പിടിയില്ല. മറക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് തോന്നുന്ന ഒരു കാര്യം? പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ഈ ഒരു കാര്യം ലൈഫിൽ നടക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നുമില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഒന്നും മറക്കാൻ പാടില്ല. നമ്മൾ ഈ വന്നിരിക്കുന്ന എപ്പിസോഡ് ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ഒരു മനുഷ്യനല്ലാതായിപ്പോവും, അല്ലാതായിപ്പോവും. ഒന്നും മറക്കാൻ പാടില്ല. ജീവിതത്തിൽ വന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒന്നും മറക്കാൻ പാടില്ല. ആ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. മറക്കാൻ പാടില്ല. ഓക്കെ ചേട്ടാ, ബിഗ് ബോസിലേക്ക് ചേട്ടനെ വിളിച്ചിട്ടുണ്ടോ? ചേട്ടൻ പോകുന്നുണ്ടോ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. വിളിച്ചിട്ടില്ല? ഏതെങ്കിലും സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇടയ്ക്ക് 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടാണോ? 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ചുമ്മാ ഓരോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൊണ്ടെന്നൊക്കെ പറഞ്ഞതിൽ 2-3 പ്രാവശ്യം ഇതുപോലെ നമ്മുടെ പേരും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടന് പോകാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, അത് ഇല്ല. അപ്പോഴേക്കും എനിക്ക് ആ സമയത്തൊക്കെ വേറെ ഷോ ഉണ്ടായിരുന്നു. അപ്പോഴും പിന്നെ വേറെ ഷോ ഉണ്ടായിരുന്നു. വിളിച്ചിട്ട് ഞാൻ പോയില്ല. ആൽബം കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അയ്യോ, കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരെയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുക. ഇനിയിപ്പോൾ നല്ല റീച്ചിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന, കൂടുതൽ ഇൻസ്റ്റയിൽ, പിന്നെ അതല്ലാതെ യൂട്യൂബിലുണ്ട്. 1, 2, 3 ഒറിജിനൽ മ്യൂസിക്കാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത്. തങ്കച്ചൻ വിതിര ഒഫീഷ്യൽ എന്നല്ലെങ്കിൽ തങ്കച്ചൻ ന്യൂ ആൽബം എന്ന് അടിച്ചിരുന്നാലും ആൽബം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാക്കുക. ഇനിയും ഇറങ്ങാനിരിക്കുന്ന ആൽബങ്ങളുണ്ട്. അത് ഒരു ഇതിൻ്റെ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ആൽബം വരും. ഏതൊക്കെ പ്രൊജക്ട്സ് ആണ് ഇപ്പോൾ പെൻഡിങ്ങിലുള്ളത്? കൂടുതൽ ഞാൻ ആൽബങ്ങൾ തന്നെ. പിന്നെ പടം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അനൂപ് മേനോൻ സാറിൻ്റെ പടത്തിൽ 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ബാലൻസ് കുറച്ചുകൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യാനുണ്ട്. ഈ തനിനിറം. അതെ, അങ്ങനെ വർക്കുണ്ട്. പിന്നെ നമ്മുടെ ആൽബം കൂടുതൽ ചെയ്യുന്ന ആൽബമാണ് ചെയ്യുന്നത്. ഇനിയിപ്പം 2-3 ആൽബം അടുത്തുടനെ ഇറങ്ങാനുണ്ട്. അങ്ങനെ പിന്നെ സ്റ്റേജ് ഷോ ഇനിയിപ്പോൾ ഉടനെ ഓണം കഴിഞ്ഞാൽ സ്റ്റേജ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിയുന്ന സമയത്ത് സീസൺ ആവും. ആണല്ലേ? ഓക്കെ, അതൊക്കെയാണ് തങ്കച്ചൻ ചേട്ടന്റെ വിശേഷങ്ങൾ. അപ്പം നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ സന്തോഷം. മൂവി വേൾഡിൽ വന്ന് പരിചയപ്പെടാൻ സാധിച്ചാല്, വന്നിരിക്കാൻ സാധിച്ചാല് സന്തോഷമുണ്ട്. മെഹർ സോറി, പേര് മാറിപ്പോ. അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഈ മൂവി വേൾഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ബൈ. ഓക്കെ, ബൈ.